നമസ്കാരം. പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ പുതുവത്സര സമ്മാനം. കോഴിക്കോട് ബാംഗ്ലൂർ നവകേരള ബസ് സർവീസ് ആരംഭിച്ചു. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂർക്കുള്ള യാത്രക്കാർക്ക് സർക്കാരിന്റെ പുതുവത്സര സമ്മാനമായി നവകേരള ബസ് സർവീസ് ആരംഭിച്ചു. രാവിലെ 8:30 കോഴിക്കോട് നിന്ന് യാത്ര ആരംഭിച്ച് ബസ് വൈകിട്ട് 4:30 ബാംഗ്ലൂരിലെത്തും. യാത്രക്കാർക്ക് സഹായകരമാവുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാണ് ബസിന്റെ സർവീസ് പുനരാരംഭിച്ചിരിക്കുന്നത്. വലിയ മാറ്റങ്ങളുമായാണ് നവകേരള ബസ് ഇത്തവണ നിരത്തുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ പാകത്തിൽ 11 സീറ്റുകളാണ് ബസ്സിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ സീറ്റുകളുടെ എണ്ണം 37ആയി. യാത്രക്കാരുടെ സുഖകരമായ യാത്ര ലക്ഷ്യമിട്ട് വേറെയും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. കൈകാലുകൾ മാത്രമല്ല, ശരീരവും ചലിപ്പിച്ചു. ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിക്കിടെ വേദിയിൽ നിന്ന് വീണ് പരിക്കേറ്റ തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഉമാ തോമസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ആരോഗ്യനിലയിൽ പുരോഗതിയുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ കൈകാലുകൾ മാത്രം ചലിപ്പിച്ച ഉമാ തോമസ് ഇന്ന് ശരീരം മുഴുവൻ ചലിപ്പിച്ചതായും എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ നേർന്നതായും പേജിൽ പറയുന്നു. എല്ലാവരും പ്രാർത്ഥനകൾ തുടരണമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. വെന്റിലേറ്റർ സപ്പോർട്ടും സെഡേഷനും കുറച്ചു വരുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ വരുമെന്നും പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പത്തനംതിട്ടയിൽ കുടുംബാംഗങ്ങളെ പൂട്ടിയിട്ടു. വീട് അടിച്ചു തകർത്ത ഗ്യാസ് സിലിണ്ടറും തുറന്നുവിട്ടു. പത്തനംതിട്ട അടൂർ പള്ളിക്കലിൽ യുവാവിന്റെ പരാക്രമം. അച്ഛനെയും അമ്മയെയും അടക്കം 3 പേരെ വീട്ടിൽ പൂട്ടിയിട്ട ശേഷം യുവാവ് വീടടിച്ചു തകർത്തു. ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടു. വർഗീസ് ഡാനിയൽ എന്നയാളുടെ മകൻ ജോമിനാണ് അതിക്രമം കാണിച്ചത്. വർഗീസ് ഡാനിയലിനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും സഹോദരിയെയും അകത്ത് പൂട്ടിയിട്ടതിനു ശേഷം പുറത്തിറങ്ങി വീടിന്റെ ജനൽച്ചില്ലകളും മറ്റും അടിച്ചു പൊട്ടിക്കുകയായിരുന്നു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തിയാണ് വീട്ടിലുണ്ടായിരുന്നവരെ രക്ഷപ്പെടുത്തിയത്. മാനസിക ബുദ്ധിമുട്ടുള്ള ആളാണ് മകനെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. മദ്യലഹരിയിലായിരുന്നു അതിക്രമം. പുതുവത്സരാഘോഷത്തിനിടെ വാഹനാപകടം. കൊച്ചിയിൽ യുവാക്കൾക്ക് ദാരുണാന്ത്യം. കൊച്ചിയിൽ പുതുവർഷം ആഘോഷിക്കുന്നതിനിടയിൽ വാഹനാപകടം. ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. പാലക്കാട് സ്വദേശി ആരോമൽ, നെയ്യാറ്റിൻകര സ്വദേശി നരേന്ദ്രനാഥ് എന്നിവരാണ് മരിച്ചത്. വൈപ്പിൻ പാലത്തിന് സമീപം ഇന്ന് പുലർച്ചെയായിരുന്നു അപകടമുണ്ടായത്. സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് കേസെടുത്തു. കൂടെ നിൽക്കേണ്ടവരോ പാർട്ടിയോ പിന്തുണ നൽകിയില്ല. യു പ്രതിഭയെ BJPയിലേക്ക് ക്ഷണിച്ച ബിപിൻ സി ബാബു. യു പ്രതിഭ MLA BJPയിലേക്ക് ക്ഷണിച്ച BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ബിപിൻ സി ബാബു. മകനെതിരായ കഞ്ചാവ് കേസിൽ പ്രതിഭ MLA പിന്തുണച്ച് ബിപിൻ സി ബാബു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വിശ്വസിക്കുന്ന പ്രസ്ഥാനം MLAക്ക് പിന്തുണ നൽകിയില്ലെന്നും കൂടെ നിൽക്കേണ്ടവർ കൂടെ നിന്നില്ലെന്നും അമ്മ എന്ന നിലയിൽ അവരുടെ വികാരത്തെ മാനിക്കണമെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട്. അടുത്തിടെ CPM വിട്ട് BJPയിൽ ചേർന്ന ആളാണ് ബിപിൻ സി ബാബു.